അസ്സലാമലൈക്കും. ഞാൻ ഇവിടെ ഒരു കാര്യം പറയാൻ പോകണം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഒത്തിരി പേരെ ഇപ്പോൾ പാമ്പ് കടിക്കണം അല്ലേ? പാമ്പ് കടിച്ച് എല്ലാവരും ഒന്നും രക്ഷപ്പെടുന്നില്ല. എല്ലാവരും ഒന്നേ രക്ഷപ്പെടുന്നില്ല. എല്ലാവരും ഒന്നും രക്ഷപ്പെടുന്നില്ല കേട്ടോ. കുഞ്ഞു മക്കളെ കടിക്കുന്നു. വീട്ടിൽ ഒരാളേ ഉള്ളൂ, ഒരു മോനുണ്ടെങ്കിൽ ആ മോനെ കടിക്കുക. വീട്ടിലൊരു മാതാവുണ്ട്, അവരെ കടിക്കുക. എന്ത് വിഷമമോ കാര്യമൊക്കെ അല്ലേ? അപ്പം അതോടുകൂടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പെനോയിലില്ലേ, പെനോയിൽ വീടിൻ്റെ ചുറ്റും തളിക്കുക. പിന്നെ അല്ലെങ്കിൽ പെനോയിൽ തെളിച്ചാൽ ഏറ്റവും നല്ലതാണ്. പെനോയിലുണ്ട്, അത് തെളിച്ചാൽ നല്ലതാണ്. പിന്നെ അത് കൂടാതെ കായവും വെളുത്തുള്ളിയും ഇടിച്ച് കലക്കി പിഴിഞ്ഞ് ഒരാഴ്ച കൂടുമ്പോൾ തെളിക്കുക. ആടോടത്തോളം പുല്ല് ഒഴിവാക്കുക. ആടോടത്തോളം കുഞ്ഞുങ്ങളെ കാട്ടിലേക്കും ഇതിലേക്കൊക്കെ ഒന്നും കളിക്കാൻ വിടാതിരിക്കുക. പിള്ളേരെ ഗ്രൗണ്ടിൽ വിട്ടാൽ കുഴപ്പമില്ല. ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുകയാണ് ഈ സംഭവം. അപ്പോൾ ചൂട് കൊണ്ട് അതിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കും. തണുപ്പ് കാരനെ ഇതിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കും. ഇതിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കും. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കും. അപ്പോൾ ആണോടത്തോളം സൂക്ഷിക്കുക. പെനോയിൽ ഒഴിക്കുക, പെനോയിൽ ചുറ്റും തെളിക്കുക. മിക്കവാറും അട്ടിക്ക് ഓരോന്നും ഇടാതിരിക്കുക. കല്ലും കട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കി നിരത്തി ഇടുക. മാറ്റി കട്ട കൂട്ടി വെക്കരുത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം കേട്ടാ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ വെളുത്തുള്ളിയും കായം കൂടി ഇടിച്ച് തെളിക്കുക. ആടോടത്തോളം മക്കളെ ശ്രദ്ധിക്കുക. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും.